ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഫാമിലിയോടൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൊടി എന്നൊരു അത്ഭുത ദ്വീപിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം, അത്ര മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇത് അഷ്ടമുടി കായലാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനുള്ളത്. 150 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഇത് ഞങ്ങൾ വന്നിരിക്കുന്നത് ടെർമിനൽ 1-ലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെർമിനൽ 1-ലും 3-ലും യാത്ര ചെയ്താൽ, ബോട്ടിൽ കയറിയാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ടെർമിനൽ 2-ലാണ് നമ്മൾ ചെന്ന് ബോട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂർ മാത്രമേ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പോണ ബോട്ടിൽ തന്നെ നമുക്ക് തിരിച്ച് വരേണ്ടതുണ്ട്. ഇത് തൊട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ടെർമിനൽ 1-ലും 3-ലും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ ബോട്ടിൽ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഐലൻഡിലോട്ട് പോവുകയാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കുട്ടിയൊക്കെയായാലും മുതിർന്നവരായാലും ചെരുപ്പ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ കല്ലുമ്മക്കായൽ മറ്റ് ഷെല്ലുകൾ ഈ വെള്ളത്തിൽ കാണും, നമ്മളെ കാലിൽ അതൊക്കെ പൊത്തുകയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെരുപ്പ് ധരിക്കാൻ മറക്കരുത്. പിന്നെ ടെർമിനൽ 2-ലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു കളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. നമ്മളിതാ കായലിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ ഐലൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാരൊക്കെ മുമ്പേ വന്നിട്ടുണ്ട്. കഴിവതും ടെർമിനൽ 1-ലോ 3-ലോ യാത്ര ചെയ്യാൻ വന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവിടെ നിന്ന് 1/2 മണിക്കൂർ നമുക്ക് വേറൊരു ബോട്ടിൽ കയറി അവർ കൊണ്ടുപോകുന്നതാണ്. കണ്ടൽ കാടുകളുടെ നടുവിലൂടെ നമുക്ക് യാത്ര ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. അത് ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഇത് നേരത്തെ വന്ന് അവിടെ സ്റ്റേ ചെയ്യുന്ന ബോട്ടുകളാണ്. ഇത് വന്ന ആ ബോട്ടിൽ തന്നെ തിരിച്ചു പോവേണ്ടി വരും. ടെർമിനൽ 2-ൽ വന്നവർ നമ്മളെ മുട്ടപ്പൊക്കെ വെള്ളമുള്ളു. അവിടെ മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉണ്ട്. നമുക്ക് വെള്ളമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കല്ലുമ്മക്കായയും കപ്പയും, കല്ലുമ്മക്കായൊക്കെ റോസ്റ്റും കപ്പയൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും. ഞങ്ങളതൊന്നും വാങ്ങിയില്ല. ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്. അത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ബോട്ടുകളൊക്കെ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. നമ്മളും മാങ്ങയും അതിൽ മുളകും ഉപ്പൊക്കെ ഇട്ട് പൈനാപ്പിളും ചില സ്ഥലത്തൊക്കെ നല്ല ആഴം ഉണ്ടായിരുന്നു. നമ്മൾ മുട്ടിൻ്റെ നിന്ന് മേലോട്ട് വെള്ളം അത് തന്നെയാണ്. ഇതിൽ അവിടെ കൊടി നാട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഭയങ്കര ആഴമാണ്. അതുകൊണ്ടാണ് ആ കൊടി നാട്ടി വെച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ആ കൊടി അവിടെ വെച്ചിരിക്കുന്നത്. നമ്മളിതാ ഇത് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ബോട്ടിലല്ലോ വള്ളത്തിലാണ് കൊണ്ടുപോകുന്നത്. വള്ളത്തിൽ നമ്മൾ കൂടാതെ ഒരു കുഞ്ഞിനെയും കൊണ്ട് വേറൊരു ഫാമിലിയും കൂടെ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ഫാമിലിയാണ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നത്. കടക്ക് നടുവിലൂടെ പോകുന്നെങ്കിൽ അവിടെ ചെറിയ ഐലൻഡിൽ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ഐലൻഡിൽ ഇതാണ്ട് ഇതേപോലെ ഇതൊരു കായലിൻ്റെ നടുക്കുള്ളൊരു ബിൽഡിങ്ങാണിത്.
അത് കള്ളൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. കാസ്കേഡ് ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കള്ള് ഷോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കായലിൻ്റെ നടുക്കിരുന്ന് കള്ള് കുടിക്കുന്നവർക്ക് കുടിക്കാം. ഇത് പിന്നെ മീനാണിത്. കരിമീനിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ഥലമാണിത്. ഈ വളർത്തി മീൻ പിടിച്ച് കറി വയ്ക്കാനൊക്കെ എടുക്കുമായിരിക്കും. ഇവിടെ മീൻ വളർത്തുന്ന സ്ഥലമാണ് ഇങ്ങനെ കെട്ടി മറച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കായലിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ആഴം കുറഞ്ഞ് ഭാഗങ്ങൾ ഒത്തിരി സ്ഥലത്ത് കാണുന്നത് ഇതിലേപോലെ കായലിൻ്റെ നടുക്ക് കാണുന്ന കെട്ടിടങ്ങളൊക്കെയാണിത്. ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ആഴം കുറവാണ്. എവിടെയാണ് ആഴമുള്ളതെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൂടെ രേഖപ്പെടുത്തുക. ഇവിടെ സാമ്പ്രാണിക്കൊടി വരുന്നവർ ഒരിക്കലും ഈ വള്ളത്തിൽ യാത്ര ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്. നല്ല ഭംഗിയുള്ള ഞങ്ങളൊക്കെ വെട്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന നക്കിരിക്കുന്ന കണ്ടൽക്കാട് അതിമനോഹരമായ ഒരു കാഴ്ചയത്. ഇനി ഞങ്ങൾ ഇത് കയറാവുന്ന ഒരു ഗുഹ പോലുള്ള ഒരു കണ്ടൽക്കാടിന് നടുവിലുള്ള ഒരു വഴി കൂടെയാണ് ഇത് മോളെ വള്ളം പോകുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് നമ്മളെ വള്ളത്തിൽ ഓട്ടിക്കുന്ന. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു എന്നതാണ്. അത് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗുഹ പോലത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഇടയ്ക്ക് കണ്ട കൊക്കുകളൊക്കെ ഇരിക്കുന്നത് അവിടെയൊക്കെ നിൽക്കുകയാണ് അത് ചെയ്യുന്നത്. അവിടെയൊന്നും ആഴമില്ല എന്ന് തോന്നുന്നു. നമ്മളങ്ങനെ അരമണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ തിരിച്ചെത്തി. കുറേ പേര് വെള്ളത്തിൽ കുട്ടികളൊക്കെ ഈ മുതിർന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ നീന്തുന്നുണ്ട് വെള്ളത്തിൽ. പക്ഷെ അവിടെയൊന്നും ആഴമില്ല. ഇത് നടുക്കാണ് കായലിൻ്റെ. പിന്നെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് ബോട്ടിൽ, നമുക്ക് വരുന്ന ബോട്ടിൽ തന്നെയല്ല വേറെ ബോട്ടിലാണ് തിരിച്ച് കയറി നമ്മൾ കരയോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വെക്കേഷനിൽ ഒരിക്കലും മിസ് ചെയ്തരുത്. അത്രയും നല്ല ഒരു സ്ഥലമാണിത്. കൊല്ലത്ത് അഷ്ടമുടി കായലിൽ
സാമ്പ്രാണിക്കൊടി എന്ന സ്ഥലമാണിത്. നമ്മൾ തിരിച്ചിറങ്ങി പിന്നെ അവിടെ നിന്ന് പോയത് ഒരു അറേബ്യൻ ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ലൊരു ആംബിയൻസാണ് അവിടെ കയറുമ്പോൾ തന്നെ. കയറി വന്ന് ആദ്യം ഇരുന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നു. പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് കുബൂസും സലഡും ഒക്കെയാണ് സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവച്ച്. പിന്നെ മെയിൻ ഫുഡ് കൊണ്ടുവച്ച് അതിൽ മന്തിയിൽ ചിക്കനും മട്ടനും പിസ എല്ലാം ഒക്കെ ചേർത്ത് അതിലിതാ തീയൊക്കെ ഇട്ട് അങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്തത്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ കയറുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു മന്തി പിസ എല്ലാം ഒക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സൈഡ് ഡിഷ് ഇതായിട്ട് കൊണ്ടുവച്ച് സലാഡും പിന്നെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മറ്റു ഹോട്ടലിൽ ഒരാൾ വന്ന് സെർവ് ചെയ്യാനായിട്ട് പിന്നെ സുലൈമാനി കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ബീഫ് ഓർഡർ ചെയ്തായിരുന്നു. അതിൽ ഇതേപോലെ ഫയറൊക്കെ ചെയ്താണ് അവർ തന്നത്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പുള്ളൊരു ബീഫായിരുന്നു അത്. അതിൽ ഇതേപോലെ ഒരു ഫയറൊക്കെ ഇട്ട് അങ്ങനെയാണ് തന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.